ക്രൂരമായൊരു കാര്യമാണ്. അന്നേരത്തെ ഒരു എനർജിയിൽ ഞാനതങ്ങ് ചെയ്തു. പക്ഷെ നമ്മൾ ചെയ്തത് എത്ര ഒരു വലിയ കാര്യം, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടല്ലോ. കല്ല് ഇത്രയും വലിയ കല്ലല്ലേ, അപ്പോൾ പിന്നെ എത്ര കല്ല് എനിക്ക് ഒരേ സ്ഥലത്ത് ഇടാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കുറേ ഇങ്ങനെ വീശി ഇടേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ട്രെയിനാണ്. ഇത്ര ഒരു ലേഡി കൂടി അല്ല ഇത് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ്. ഒരു വാക്കുപോലും അവരൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇവിടുത്തെ CITUകാർക്ക് എന്തെങ്കിലും ലോഡ് ഇറക്കേണ്ടി വന്നാൽ ഈ വസ്തുവിൻ്റെ ആധാരം വരെ നമ്മൾ പണയം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ മുറ്റമാണ്. ഈ മുറ്റത്ത് കുറച്ച് ഇൻ്റർലോക്കിൻ്റെ കല്ലുകൾ ഇറക്കണമായിരുന്നു. അന്നേരം ഒരു കൂട്ടം CITUകാർ വന്ന് അവർ മദ്യപിച്ചിട്ടുണ്ട്. അവർ വന്ന് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഞാൻ തനിച്ചാണ് ഈ ലോഡ് ഇറക്കുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഒരാളിൻ്റെ കയ്യിൽ കൊടുക്കാം, കാരണം ഇവിടെ നിൽക്കുന്നവരെല്ലാവരും പേടിച്ച് നിൽക്കുകയാണ്. പ്രിയ വിനോദാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേച്ചി, കഴിഞ്ഞ ദിവസമാണ് വാർത്താ മാധ്യമങ്ങൾ വഴി അറിയുന്നത്, അതായത് ഇവിടെ കട്ട ഇറക്കാൻ വേണ്ടി നിൽക്കുമ്പം ചുമട്ട് തൊഴിലാളികൾ കൂലി അധികം ചോദിക്കുന്നു. അതിനുശേഷമാണ് ചേച്ചി കട്ട ഇറക്കുന്നത്. ശരിക്കും അന്ന് എന്തായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? രാത്രിയാണ് കട്ട വന്നത്. ഈ കല്ലുകൾ ഇന്റർലോക്കുകളായിരുന്നു തറയിലിടുന്നത്. ഒരു 8 മണി സമയത്താണ് ഞാനിവിടെ വരുമ്പോൾ ഇവിടെ നിറച്ചും ഒരു 10-30 ആൾക്കാർ നിറഞ്ഞു നിൽക്കുന്നു ഈ മതിലിൻ്റെ സൈഡിലെല്ലാം. വാഹനവുമുണ്ട്. അപ്പം പറയുന്നത് വണ്ടി അകത്ത് കയറ്റി, ഇത്രയും വലിയ മുറ്റമാണല്ലോ, അകത്ത് കയറ്റാൻ പറ്റത്തില്ല, ഇവർക്ക് ലോഡ് ഇറക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഈ ടെയിലിടുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ആദ്യം കുറച്ച് ടെയിലാണ് വന്നത്. അപ്പോൾ അത് വെഞ്ഞാറമൂട് നിന്നാണ് ഞങ്ങളെടുത്തത്. ഇപ്പോൾ വന്ന ലോഡ് ചിതറ ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പോൾ അന്ന് വന്നപ്പോൾ ഇവർ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വന്നതിനേക്കാൾ ഒരു 12 മടങ്ങോളം ക്യാഷ് അധികം ചോദിച്ചു. അപ്പോൾ അവരിങ്ങനെ സ്ക്വയർ ഫീറ്റ് ഇത്ര കണക്ക് എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അന്നേരം ഞങ്ങളത് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഇത്രയും എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിന് ഒരുപാട് 2-3 മണിക്കൂർ ഇവരിവിടെ നിന്ന്, ഇവരെല്ലാം ഇങ്ങനെ മദ്യപിച്ചിട്ടൊക്കെ അല്ലേ വരുന്നത്. രാത്രിയിൽ കുറേ സമയം 2-3-4 മണിക്കൂർ ഞങ്ങൾക്ക് നഷ്ടമായി. അപ്പോൾ ഇവരുടെ നേതാക്കളെയൊക്കെ വിളിച്ചിട്ട് ആരൊക്കെ ഇവിടെ വന്ന് സംസാരിച്ച് അവർ ചോദിച്ച ഒരു ഹ്യൂജ് എമൗണ്ട് എന്ന് പറയുന്നത് 12,500 രൂപയാണ്. അപ്പോൾ അത് പിന്നെ അവർ ഒറ്റയടിക്ക് ഒരു 8,500 ആക്കി. പിന്നെ അവർ പറഞ്ഞ് 3,850 രൂപയ്ക്ക് അത് സെറ്റിലായി. പിന്നെ അപ്പോഴും അവർക്ക് 4,000 വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തില്ല. പിന്നെ അതിന് ബില്ല് തരാമെന്ന് പറഞ്ഞ് പോയിട്ട് ബില്ല് തന്നിട്ടില്ല. ഇതുവരെയും ബില്ലൊന്നും തന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കുമ്പം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഈ സംഭവം നമുക്ക് സാധനങ്ങൾ വരുന്നത് അകത്ത് ഇറക്കാൻ സാധിക്കും നമുക്ക്. അത് മാത്രമല്ല, ഈ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഈ നമ്മൾ ഏർപ്പാട് ചെയ്യുന്നവർ തന്നെ വന്ന് എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ആൾക്കാർ തന്നെ വന്ന് ഇറക്കി തരികയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ജോലിക്കാരും ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഇവർ നമുക്ക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത് സെറ്റാക്കിയാണ് ഇവർ നമുക്ക് സാധനങ്ങൾ ഇറക്കി തരുന്നത്. അതിന് നേരത്തെ നമ്മൾ അൺലോഡിങ് ചാർജൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അന്നേരം നമ്മുടെ വീട്ടിനകത്ത് വണ്ടി കയറ്റാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വരുമ്പം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അതാണ്. അപ്പം ഞാൻ എൻ്റെ വാഹനം അകത്ത് വെച്ചിട്ട് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുത്ത് അകത്തിടുമെന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ ഇവരൊന്നും മാറി കിട്ടുമല്ലോ, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കണ്ടല്ലോ. അപ്പോൾ വണ്ടി എടുത്ത് അകത്തിടാൻ പറഞ്ഞപ്പോൾ ഡ്രൈവർ ചെയ്തപ്പോൾ ഇവർ സമ്മതിച്ചില്ല. വീണ്ടും ഞാൻ ഇങ്ങനെ കയറി വണ്ടി വയ്ക്കുന്നതിനകം വെച്ച് തന്നെ വീണ്ടും അദ്ദേഹത്തിനെയും സ്റ്റാഫിനെയൊക്കെ ഭീഷണിപ്പെടുത്തി വണ്ടി പുറത്തിടിച്ചു. അങ്ങനെ 3 പ്രാവശ്യം ചെയ്തു. 2 പ്രാവശ്യം ചെയ്തു. 3ാമത്തെ പ്രാവശ്യമാണ് പിന്നെ വീണ്ടും കയറ്റുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്താണ്, ഞങ്ങളുടെ ജോലിക്കാർ ഇറക്കിക്കോളും. അപ്പോൾ പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങൾ തന്നെ ഇത് ഇറക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരമായപ്പോൾ പറഞ്ഞു നിങ്ങൾ അങ്ങനെ തനിച്ചിറക്കുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും തന്നെ അങ്ങ് ഇറക്കിക്കൊണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എന്നാൽ ശരി, ഡ്രൈവറുടെ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടാണ് പുള്ളി പറഞ്ഞു ഞാൻ ഇറക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കലി പിടിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ഭാരമാണ്. അപ്പോൾ ശരി, അങ്ങനെ ഇവരെനിക്ക് എന്നെ ഇതിനകത്ത് കയറാനൊക്കെ സഹായിച്ചു. വണ്ടി ഇവിടെ ഇട്ടു. ഈ നെല്ലിയുടെ ചുവട്ടിൽ ഇങ്ങോട്ടാണ് വണ്ടി ഇട്ടത്. ഇവിടെ ഞാൻ ഈ കല്ലെല്ലാം തൂക്കിയിടുകയാണ്. അപ്പോൾ ഇവിടെ ഇത്രയും ആൾക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥലം CPMൻ്റെ വാർഡാണ്. അതിൻ്റെ വാർഡ് മെമ്പർ ഒരു വനിതയാണ്. ആ ലേഡിയെ ഞാൻ അവിടെ കാണുന്നു. അവരുടെ ഹസ്ബൻഡ് ഇതിനകത്തുണ്ട്, CITUൻ്റെ തൊഴിലാളിയാണ്. ഇത് കല്ല് ഇത്രയും വിലയും കൂടിയുള്ള കല്ലാണ്. ഇത് ഒന്നിനും മീതെ ഒന്നായിട്ട് വീഴുമ്പോൾ ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ കല്ലുകൾ ഇങ്ങനെ ചുറ്റാകെ ഇട്ടു. അത് കഴിഞ്ഞ് ഇനി വീശി ഇടുക എന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ജോലിക്കാരെടുത്ത് പറഞ്ഞു നിങ്ങൾ ഈ തറയിൽ കിടക്കുന്ന കല്ല് ഒരു സൈഡിലേക്ക് പെറുക്കി എടുക്കാൻ പറയും നെല്ലിയുടെ ചുവട്ടിലോട്ട്. അപ്പോൾ ഇവരവിടെ നിന്നിട്ട് പറഞ്ഞു പറ്റത്തില്ല, കല്ലെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവരോട് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടത് ഞങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന സാധനം എടുക്കുന്നതിന്. അപ്പോൾ ഇവർ പറയുന്നത് വാഹനം പോയതിന് ശേഷം മാത്രമേ ഒരു കല്ലിൽ നിങ്ങൾ തൊടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലോഡിങ്ങുകാർ മാത്രമല്ല, അല്ലാതെ ഉള്ള ആൾക്കാരും ഒക്കെ കുറേ അധികം പേര് മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവരോട് ആ സമയത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനപ്പുറം 8 മണിക്കൊക്കെ വന്ന വണ്ടിയാണ്, 9 10 ആകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോഡ് ഇറക്കി ഇവരെ വിടുക എന്നുള്ളത്, ലോഡ് ഇറക്കാതെ തിരിച്ചു വിടുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ലോൺ എടുത്തൊക്കെ ബുദ്ധിമുട്ടി വർഷങ്ങളായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് വെച്ച് തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള ക്യാഷൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ ലോഡ് ഇറക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. പിന്നെ എനിക്കിത് തൂക്കി എറിയേണ്ടി വന്നു. ഇവർ ഈ കല്ലൊന്നും മാറ്റിത്തരാൻ സമ്മതിക്കാത്തത് കൊണ്ട്. അത് എന്തുകൊണ്ട് നിർബന്ധമായി ഞാനത് അവരെ കൊണ്ട് ചെയ്യിച്ചില്ല എന്ന് ചോദിച്ചാൽ, ഇവരെല്ലാവരും മദ്യപിച്ചിട്ട് മോശമായ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഡ്രൈവർ തന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഇവർ കല്ലെന്തെങ്കിലും എടുത്തെറിയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓണമാണ്, ഞങ്ങൾക്ക് ജീവിത പ്രശ്നങ്ങളാണ്, പിന്നെ ഇതിൻ്റെ പിറകെ നടക്കാൻ വയ്യ ചേച്ചി, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി, ഇപ്പം എനിക്ക് പിന്നെ ഡ്രൈവർ ഒരു സഹായം ചെയ്തു തന്നു, ഈ വാഹനം മുന്നോട്ട് മാറ്റി തന്നു. അപ്പം കുറച്ചുകൂടി ഗ്യാപ്പ് എനിക്ക് കിട്ടും. അങ്ങനെയാണ് ഇത്രയും കല്ല് 2 മണിക്കൂർ എടുത്ത് ഞാൻ ചെയ്യുന്നത്. ഇത്രയും കല്ലിറക്കി. അപ്പോൾ ഏകദേശം എത്ര 183 കല്ല് ഒറ്റയ്ക്ക് തന്നെ ഇറക്കി അല്ലേ? അപ്പൊ ഈ ഇറക്കുന്ന സമയത്ത് ഇപ്പൊ പറഞ്ഞല്ലേ, ഇപ്പൊ ഈ പൊട്ടാനുള്ള സാധ്യത, അങ്ങനെ അങ്ങനെ നാശനഷ്ടം വന്നിട്ടുണ്ടോ? ഒരെണ്ണം പൊട്ടിയപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. അവർ പറയുന്നുണ്ടായിരുന്നു, അറിയ വീണ പൊട്ട് മൂല കുത്തി ഇങ്ങനെ ഇടണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ തന്നെ ഇട്ടു. പക്ഷെ എന്നാലും ഇത് അടുങ്ങി വീട്ടിൽ ഒരു കല്ല് ഇത്രയും വലിയ കല്ലല്ലേ, അപ്പൊ പിന്നെ എത്ര കല്ല് എനിക്ക് ഒരേ സ്ഥലത്ത് ഇടാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് എനിക്ക് കുറേ ഇങ്ങനെ വീശി ഇടേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ട്രെയിനാണ്. ഇത്രയും ക്രൂരമായൊരു കാര്യമാണ്. അന്നേരത്തെ ഒരു എനർജിയിൽ ഞാനതങ്ങ് ചെയ്തു. പക്ഷെ നമ്മൾ ചെയ്തത് എത്ര ഒരു വലിയ കാര്യം, ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടല്ലേ മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ലേഡി കൂടി ഇത് കണ്ടുകൊണ്ട് നിന്നു എന്നുള്ളതാണ്. ഒരു വാക്കുപോലും അവരൊന്നും ചെയ്യണ്ട. പക്ഷേ എത്ര